നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 2026 ജൂൺ 2 ദേവഗുരുവായ വേഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുനക്കൂറുകാരായ മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ 2ാം ഭാവത്തിലേക്കുള്ള ഈ മാറ്റം സാമ്പത്തികമായും കുടുംബപരമായും എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? ഏതൊക്കെ മാസങ്ങളിലാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്? കരിയറിലും വിവാഹ കാര്യങ്ങളിലും എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ വേഴമാറ്റത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളും ലളിതമായ ചില പരിഹാര മാർഗങ്ങളും അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനായ വേഴം ഇതുവരെ ജന്മരാശിയിലായിരുന്നു തുടർന്നിരുന്നത്. അതിൻ്റേതായ ഒരുപാട് ദോഷങ്ങളും അനുഭവങ്ങളും ഈ മിഥുനക്കൂറുകാർ അനുഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് യാതൊരുവിധ സമാധാനമോ സന്തോഷമോ ഉള്ള ഒരു വർഷമായിരുന്നില്ല. വേഴത്തിൻ്റെ 2ാം ഭാവത്തിലേക്കുള്ളൊരു മാറ്റം 2026 ജൂൺ 2 കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുന്ന വേഴം ഉച്ചരാശിയാണ്. വേഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കടകം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കടകത്തിലേക്ക് ഉച്ചസ്ഥനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണഫലങ്ങളാണ് ഈ വേഴമാറ്റം കൊണ്ട് നിങ്ങൾക്കുണ്ടാകാനായിട്ട് പോകുന്നത്. പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് 2ാം ഭാവം എന്നത് ധനം, കുടുംബം, വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം തന്നെയാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു അയവ് വരുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2 എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്ന, ധനലഭ്യതയുണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 ജൂൺ 2 മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 ജൂൺ 2 വേഴമാറ്റം എന്നുള്ളത്. കുടുംബത്തെ പറയുവാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വർഷമാണ്. മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ആ മംഗളകർമ്മ കാര്യങ്ങളിൽ നിങ്ങളും ഒരു പങ്കാളിയായും അതിൻ്റെ ചുമതലക്കാരനായിട്ടൊക്കെ നിങ്ങൾക്ക് ആ കുടുംബത്തിൽ നിൽക്കാൻ സാധിക്കുന്ന, അഭിമാനമുണ്ടാക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 2026 ജൂൺ 2 വേഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർക്കിടയിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ 2026 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപദേശങ്ങൾ തേടി ആളുകൾ നിങ്ങളെ സമീപിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിലാണെങ്കിലും മോട്ടിവേറ്ററായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ ജനങ്ങൾ ശ്രവിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട്, നിങ്ങളെ ഒരു ഉപദേശകനായിട്ടോ ഒക്കെ കാണാനും അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന പങ്കാളിയായിട്ടൊക്കെ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ 2026 ജൂൺ 2 ശേഷമുള്ള വേഴമാറ്റം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ നീക്കിക്കിട്ടുന്ന ഒരു വർഷമാണ്. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ദിനങ്ങളാണ്, അല്ലെങ്കിൽ വർഷമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. വിവാഹ കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതുവരേക്കും വിവാഹ കാര്യങ്ങൾ ഒരു തീരുമാനമാകാതെ നിന്നവർക്ക് ഈ വർഷം ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും വിവാഹം നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് ഈ 2026 ജൂൺ മാസത്തിന് ശേഷമുള്ളത്. അനുയോജ്യമായിട്ടുള്ള പങ്കാളിയെ കണ്ടെത്താനും വിവാഹം മംഗളകരമായി നടക്കാനുമൊക്കെ ഈ വേഴത്തിൻ്റെ 2ാം ഭാവത്തിലെ സ്ഥിതി മിഥുനക്കൂറുകാരെ സഹായിക്കും. അതുപോലെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒത്തുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് 2026. പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാനും ഈ കാലയളവ് നിങ്ങൾക്ക്
ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. സ്ഥാനക്കയറ്റത്തിന് ആഗ്രഹിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ആഗ്രഹിച്ച സ്ഥലത്തിലേക്കൊക്കെ മാറ്റത്തിന് സാധ്യതയുള്ള ഒരു വർഷമാണ്. നിങ്ങൾക്ക് അംഗീകാരവും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ പോകാനുമൊക്കെ കഴിയുന്ന, അല്ലെങ്കിൽ സ്ഥലം മാറി പോകാനും ജോലി ചെയ്യാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഈ 2026 ജൂൺ 2 ശേഷമുള്ളത്. അതുപോലെ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അംഗീകാരവും ശമ്പള വർധനവും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. നിലവിലുള്ള ബിസിനസ്സിൽ നിന്ന് ലാഭം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് ലാഭം കൈയെത്തിച്ച് വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ 2026 ജൂണിന് ശേഷമുള്ള മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുവാൻ. അപ്പോൾ നമ്മൾ ഓരോ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ, മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുന്ന ഒരു വർഷം എന്ന നിലയ്ക്ക് വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യമുണ്ടെങ്കിലേ എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് അല്പം ശ്രദ്ധ ഈ വർഷം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് തിരുവാതിരയെ സംബന്ധിച്ച്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭത്തിനൊക്കെ തിരുവാതിരക്കാർക്ക് ഈ വർഷം സാധിക്കും എന്നുള്ളതാണ്. പുതിയൊരു വീടോ വസ്തുവോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന തിരുവാതിരക്കാരെ സംബന്ധിച്ച് ഈ വർഷം നിങ്ങൾക്കത് യാഥാർത്ഥ്യമാകും. അതിനുള്ള എല്ലാ സാധ്യതകളും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതലാണ്. പുണർദം മുക്കാൽക്കാർക്ക് കർമ്മരംഗത്ത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ്. അതോടൊപ്പം തന്നെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ പുണർദം മുക്കാൽ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമെന്ന് പറയുന്നത് 2026 സെപ്റ്റംബർ, ഒക്ടോബർ, 2027 ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള മാസങ്ങളാണ്. നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾക്ക്, നിങ്ങൾ എന്ത് നല്ല പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഈ മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. ശ്രദ്ധിക്കേണ്ട മാസങ്ങളെന്ന് പറയുന്നത് 2026 ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും യാത്രകളിലും നിങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കേണ്ട ഒരു മാസങ്ങളാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരു മാസം കൂടിയാണ് നിങ്ങൾക്ക് ഈ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളെന്ന് പറയുന്നത്. ദോഷഫലങ്ങൾക്കുള്ള പരിഹാരങ്ങളെന്ന് പറയുന്നത്, 2ാം ഭാവത്തിലെ വ്യാഴം പൊതുവെ ഗുണകരമാണെങ്കിലും 7ാം ഭാവത്തിൻ്റെ അധിപനായതിനാൽ ചില സമയങ്ങളിൽ പങ്കാളികളുമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഭഗവാന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്, ഏറെ പ്രീതികരമായിട്ടുള്ള ഒരു കാര്യമാണ്. മഞ്ഞ വസ്ത്രം, വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഗുണകരമാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു മഞ്ഞ വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ കയ്യിൽ കരുതുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ദാനധർമാദികൾ നടത്തുന്നതും പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നതും വ്യാഴാഴ്ച പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. വിഷ്ണു സഹസ്രനാമവും വിഷ്ണു ക്ഷേത്ര ദർശനവുമൊക്കെ നിങ്ങളുടെ ഈ ദോഷങ്ങൾ കുറയ്ക്കുകയും കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനൊക്കെ ഈ പ്രാർത്ഥന ഏറെ ഗുണം ചെയ്യും. ഓം ഗുരുവേ നമ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു. ഓം ഗുരുവേ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് സഹായിക്കും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചു വന്ന പ്രതിസന്ധികൾക്ക് ഒരു വിരാമമിടാൻ ഈ വ്യാഴമാറ്റം സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാറ്റങ്ങൾ എന്നും വെല്ലുവിളികൾ നിറഞ്ഞതാകാം. എന്നാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടെയുള്ളപ്പോൾ ആ വെല്ലുവിളികളെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള പടവുകളായിട്ട് മാറും. കർമ്മരംഗത്തെ സത്യസന്ധതയും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ നിങ്ങൾ
ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കും നിങ്ങളുടെ രാശിഫലങ്ങൾ കൃത്യമായി അറിയുന്നതിനുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും നല്ല ഒരു വർഷമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.